நேற்று நான் உன்னை பார்த்த பார்வை வேறு, நீங்காத எண்ணமாக ஆனா என்று. உன்னோட நானும் போன தூரம் யாவும் நெஞ்சிலே நீங்காத நினைவுகளாக எங்கே மிஞ்சது. நூலறிந்த பட்டம் போல உன்னை சுற்றி நானும் ஆட, கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறேன். இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை. காலம் கை கூடினான் கதை போமா, கதை போமா, கதை போமா. ஒன்றாக நீயும் நானும் தான். கதை போமா, கதை போமா, கதை போமா. நீ பேச பேச காயம் மாறும். Jom. Jom. Ta. Jom. Wait. Jom. Nomor 76. സത്യം പറഞ്ഞാൽ എനിക്കവിടെ രേഷല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മായിയാണ്. കാരണം എന്നേക്കാ വയസ്സ് മൂത്ത കാരണം അതെ, അവള് പ്രത്യേകം പറഞ്ഞാണ് പറയണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല, അവിടെ എൻ്റെ അമ്മായിയാണെന്നുള്ളത്. മാളൂട്ടിന്ന് ഞാൻ വിളിക്കുക. എനിക്ക് കോളേജിൽ കിട്ടിയ ഫ്രണ്ടാണ്. ഞാനും അവള് മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരേ ഒരു ടീംസ്. ക്ലാസ്സിൽ എപ്പോഴും ലേറ്റ് ഞങ്ങളായിരിക്കും. 9 മണിക്ക് ക്ലാസ്സിലാണ് ഞങ്ങൾ 9:30 എത്തുള്ളൂ. അവിടെ ഞങ്ങൾ ഭയങ്കര ടീച്ചേഴ്സിൻ്റെ കണ്ടിട്ട് ഞങ്ങൾ നോട്ടപ്പുള്ളികൾ തന്നെയായിരുന്നു. പിന്നെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി പാടും. അവളുടെ പാട്ടിന് ഭയങ്കര വലിയൊരു ഫാനാണ്. ഞാൻ ഫസ്റ്റ് പാട്ട് പാടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് അയച്ചു തരും. മഹേഷ എങ്ങനെയുണ്ട് ചോദിക്കും. അതന്നെ ഭയങ്കര രസമാണ്. പിന്നെ ആള് ഫുൾ ആക്റ്റീവാണ് എന്ത് കാര്യം. ഇപ്പം തന്നെ കല്യാണത്തിനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ അവളുടെ കല്യാണത്തിനോട് നിൽക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരിയാണ്. पवन स्तुति पात्र पावन चरित्र, रवि सोमवर नेत्र रमणीय गात्र. पवन स्तुति पात्र पावन चरित्र, रवि सोमवर नेत्र रमणीय गात्र. എക്സൈറ്റഡ് ആണ്. ഗുരുവായൂരാണ് കെട്ട്. അപ്പം അതിലേറെ ഹാപ്പി ഉണ്ട്. കണ്ണൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കണ്ണൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ടാവും. അറിയാം.
കല്യാണത്തിന് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ ಕುರ್ಚಿನಿ ಮಾಡ್ಕೋಬೇಕು സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടൊരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ രേഷുവിന്റെ കല്യാണമാണ്. ഞങ്ങള് 4 പേരാണ്. ആ 4 പേരിൽ രേഷു ഇല്ലെങ്കിൽ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഫ്രെയിമാണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അവളെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ ഇതിലൊന്നും ഒതുങ്ങില്ല. സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മലേട്ടനെ പോലെ ഒരാൾ അവൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ എന്നാ പറയല്, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അവള്. രേഷ്മ നല്ലൊരു കുട്ടിയാണ്. ആള് സ്മാർട്ടാണ്. ആള് പാടും, പിന്നെ ഡാൻസ് കളിക്കും, കൂടും. പിന്നെ ആളെ ഒരുപാട് ഞങ്ങൾ മിസ് ചെയ്യും അല്ലേ. ചേട്ടന്റെ ഭയങ്കര വലിയൊരു ഭാഗ്യം. ആള് നല്ല ലവബിൾ ക്യാരക്ടറാണ്. പെട്ടെന്ന് കമ്പനി അവിടെ നല്ല ആക്റ്റീവാ, കട്ട സപ്പോർട്ട്. നിങ്ങളുടെ കസിൻസ് ഗാങ്ങില് 2ാമത്തെ ആളാണ് രേഷ്മ. ഞങ്ങൾ 3 ഗേൾസ് 4 ബോയ്സ് ആണ്. അതിൽ 2ാമത്തെ ആളാണ് രേഷ്മ. പിന്നെ അതെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്നെക്കാളും 45 ദിവസത്തിന് വ്യത്യാസമാണ്. ഞങ്ങള് വളർന്നതൊക്കെ ശരിക്കും ലൈക്ക് ട്വിൻസ് പോലെ തന്നെ എപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക, ആക്സസറീസ് ഒരുപോലെ, അങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയതൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഒരു ക്രൈം പാർട്ട്ണർ പോലെ തന്നെ എല്ലാ കുരുത്തക്കേടിനും ഒപ്പം ഉണ്ടായിരുന്ന ചെറുപ്പത്തില്. ഹാപ്പി മാരീഡ് ലൈഫ് രേഷു. രേഷ്മയ്ക്ക് അമലിനും ഓൾ ദി ബെസ്റ്റ്.